നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. CPM നേതാക്കളുടെ മാനസിക പീഡനം കാരണം ആളുകൾ ജീവൻ ഒടുക്കുന്ന സംഭവങ്ങൾ. പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇത് രാഷ്ട്രീയ വിമർശനത്തിനും അപ്പുറം മനുഷ്യരുടെ ജീവിതത്തെയും ആത്മാഭിമാനത്തെയും വേട്ടയാടുന്ന ഒരു ക്രൂരമായ അധികാര രൂപത്തെയാണ് വെളിവാക്കുന്നത്. ആര്യനാട് പഞ്ചായത്ത് അംഗം S. ശ്രീജയുടെ ദുരൂഹ മരണം ഈ വിഷയത്തിൽ ഏറ്റവും പുതിയ ഉദാഹരണം. ഒരു വനിതാ പൊതുപ്രവർത്തകയെ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങളെ ഭയന്ന് CPM നേതാക്കൾ നടത്തിയ നിരന്തരമായ മാനസിക പീഡനങ്ങളാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മാത്രം സമാനമായ കാരണങ്ങളാൽ 5 പേരെങ്കിലും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ ചില കേസുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് ADM നവീൻ ബാബു. സത്യസന്ധനായ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിനെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അപമാനിച്ചു. ഇത് അദ്ദേഹത്തിന് വലിയ മാനസികാഘാതം ഉണ്ടാക്കുകയും തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. അടുത്തത് പെരുന്നാട് ബാബു. CPM പ്രവർത്തകനായ ബാബു സ്വന്തം പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളുടെ ഭീഷണികളും പീഡനങ്ങളും സഹിക്കാനാവാതെയാണ് ആത്മഹത്യ ചെയ്തത്. അടുത്തത് ആശാ വർക്കറായ ആശ. നെയ്യാറ്റിൻകരയിലെ CPM പ്രവർത്തകയും ആശാ വർക്കറുമായിരുന്ന ആശയുടെ ആത്മഹത്യക്ക് കാരണം പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ പീഡനങ്ങളാണ്. പാർട്ടി നേതൃത്വം ഇവരുടെ പരാതികൾ അവഗണിച്ചു. അടുത്തത് VA സിയാദ്. കൊച്ചി അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടറായിരുന്ന സിയാദ് CPM നേതാക്കളായ സക്കീർ ഹുസൈൻ, ജയചന്ദ്രൻ എന്നിവരുടെ രാഷ്ട്രീയ പകപോക്കലുകൾക്കിരയായി. ആര്യനാട് ശ്രീജയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന ശ്രീജയെ വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന ഭയം കാരണം CPM നേതാക്കൾ സാമ്പത്തിക തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ച് നിരന്തരം അപമാനിച്ചു. ഈ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് അവർ ജീവനൊടുക്കിയത്. ശാരീരികപരമായ ആക്രമണങ്ങൾക്കും അപ്പുറം മാനസികമായ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്ന ഈ രാഷ്ട്രീയം കൂടുതൽ അപകടകരമാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥർ, സാധാരണ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ എതിരാളികൾ എന്നിങ്ങനെ പലരും ഈ ക്രൂരതയ്ക്കിരയാകുന്നു. CPM നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ള കേസുകളിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിലുമാണ്. ഈ ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സ്വയം തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരെ വേട്ടയാടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണ്. ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം അപ്പുറം വ്യക്തിഹത്യയും പകപോക്കലും നടത്തുന്ന ഈ രീതി തുടരുകയാണെങ്കിൽ എത്ര ജീവനുകൾ കൂടി ഇനിയും ബലിയാടാകേണ്ടി വരുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.